2050 ഫിറ്റായിട്ടുള്ളൊരു ബോഡി റെയർ ആയിരിക്കുമെന്ന് റീസെൻ്റ്ലി ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചു. പലപ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് ഫാറ്റ് വരുന്നത്, നമ്മൾ കുറച്ച് തടിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ തടി വന്ന് കഴിയുമ്പോൾ നമ്മളൊരു ഒബീസിറ്റിയിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് പലവിധ ശാരീരിക പ്രശ്നങ്ങളിലൂടെ നമ്മൾ നടക്കുന്നത്. ആ സമയത്ത് നമുക്ക് തോന്നും ഈ തടിയൊക്കെ നമുക്കൊന്ന് കുറയ്ക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്ന മാർഗ്ഗങ്ങളിലൂടെ തടി കുറയ്ക്കൽ അത്ര എളുപ്പമാവത്തില്ല. നമ്മൾ കുറച്ച് വർക്കൗട്ട് ചെയ്യും, കുറച്ച് നമ്മൾ ഡയറ്റ് ചെയ്യും, അതിനുശേഷം എന്നെ കൊണ്ട് പറ്റത്തില്ല, ഒരു ജീവിതമല്ലേ ഉള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് പോകും. പക്ഷെ അസുഖങ്ങൾ നമ്മളെ വിട്ട് മാറത്തില്ല, നമ്മുടെ പിന്നാലെ തന്നെ നടക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ സർജറികളെ ആശ്രയിക്കും. അങ്ങനെ നമ്മൾ ബാരിയാട്രിക് സർജറി വഴിയൊക്കെ ചെല്ലുമ്പോഴാണ്, അതും ഒരു സർജറിയാണ്, ഏറ്റവും എളുപ്പമുള്ളതെന്ന് പറഞ്ഞാൽ പോലും അതിനും ഇൻസിഷൻസ് ഉണ്ട്, മുറിവുകൾ വരുമെന്ന് അറിയുന്നത്. അങ്ങനെയുള്ള ആളുകളോട് നമ്മളിന്ന് പറയുകയാണ്, സർജറി ഇല്ലാതെ, ഒരു മുറിവ് പോലും ഇല്ലാതെ നമുക്ക് ഒബീസിറ്റിയെ നിയന്ത്രിക്കാൻ സാധിക്കും, നമ്മുടെ വെയ്റ്റിലേക്ക് തിരികെ വരാൻ സാധിക്കുമെന്ന്. ഞാൻ രേണു. എനിക്കൊപ്പമുള്ളത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻറ്ററോളജിസ്റ്റായ ഡോക്ടർ സുനിൽ കെ മത്തായും ഡോക്ടർ ബിനോയ് സെബാസ്റ്റ്യനുമാണ്. വെൽക്കം ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സ്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തടി വെച്ച് കഴിയുമ്പോൾ ഒബീസിറ്റിയിലേക്ക് എത്തുമ്പോഴാണ് പലപ്പോഴും മനസ്സിലാവുന്നത് പിടുത്തം വിട്ടുപോയി, ഇനി നമുക്ക് പിടിക്കണം. അപ്പോഴും ഈ ബാരിയാട്രിക് സർജറി ആണെങ്കിലും ഇൻസിഷൻസ് ഉണ്ട്, എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ടെൻഷനുകളുടെ ഇടയിൽ ഇതൊന്നും വേണ്ട, വേറൊരു വഴിയുണ്ടെന്ന് കേൾക്കുമ്പോൾ അത് ശരിക്കും ഭയങ്കര സന്തോഷമാണ്. എന്താണ് ഈ സംഭവം? ഇപ്പോൾ നമ്മൾ ബറിയാട്രിക് സർജറിയിൽ ചെയ്യുന്നത് ഈ സ്റ്റൊമക്കിന്റെ വോളിയം ചെറുതാക്കുക എന്നുള്ള ആമാശയം എന്ന് പറയുന്നത് ഒരു സഞ്ചി പോലെയാണ്. നമ്മൾ ഫുഡ് അതിനകത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കും തോറും അത് ചാക്ക് പോലെ വികസിച്ചുകൊണ്ടിരിക്കും. അതിന്റെ കപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ കുറച്ചല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കപ്പാസിറ്റി കുറയ്ക്കുന്ന സർജറിയാണ് ഈ ബറിയാട്രിക് സർജറിയിൽ ചെയ്യുന്നത്. അവർ ആ സ്റ്റൊമക്കിന്റെ ഒരു പോർഷൻ അങ്ങ് റിമൂവ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ആ ഇൻസിഷൻ വരുന്നത്. അത് റിമൂവ് ചെയ്യുന്നതിന്റെ ഒരു അവസ്ഥ വരുന്നതുകൊണ്ടാണ് എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് ഇതുപോലെ തന്നെ അകത്തുനിന്ന് ഈ സ്റ്റൊമക്കിന്റെ വോളിയം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് ബാരിയാട്രിക് സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ സുഷിരങ്ങൾ ഇടുന്നു, അതിനുള്ളിലേക്ക് നമ്മൾ അതിനുള്ളിലൂടെ ചെയ്യുന്നു, ലാപ്രോസ്കോപ്പ് ഇടുന്നു, എന്നിട്ട് കട്ട് ചെയ്ത് കളയുന്നു. ഇതാവുമ്പോൾ എങ്ങനെയാണ്? ഇതാണെങ്കിൽ എൻഡോസ്കോപ്പ് നമ്മൾ സാധാരണ വായിലൂടെ ഇട്ട്, എൻഡോസ്കോപ്പ് ചെയ്യുന്ന പോലെ വായിലൂടെ ഇട്ട് സ്റ്റൊമക്കിനകത്ത് ചെയ്യുന്ന ഈ എൻഡോസ്കോപ്പിന്റെ അറ്റത്ത് ഘടിപ്പിച്ചിട്ടുള്ള ഒരു ഈ സൂയിങ് മെഷീൻ പോലത്തെ ഒരു അപ്പാരറ്റസ് ഉണ്ട്, ഒരു ഡിവൈസ്. ആ ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റൊമക്കിന്റെ വാള്, ഭിത്തികള് സൂച്ചർ തയ്യലിട്ട് അങ്ങോട്ട് അടുപ്പിക്കും. അപ്പോൾ അടുപ്പിച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഉടുപ്പിന്റെ വണ്ണം കുറയ്ക്കുന്ന പോലെയാണ്. ഒരു ഉടുപ്പിന്റെ വേസ്റ്റ് നമുക്ക് കുറയ്ക്കണം. അപ്പൊ നമ്മൾ അകത്തുനിന്ന് രണ്ട് ഭാഗവും നമ്മൾ സൂച്ചർ ചെയ്ത് അടുപ്പിക്കുന്ന പോലെ സ്റ്റൊമക്കിന്റെ വാള്, ഭിത്തികൾ നമ്മൾ സൂച്ചർ ചെയ്ത് അടുപ്പിച്ച് കഴിയുമ്പോൾ സ്റ്റൊമക്ക് അങ്ങ് ചെറുതായി പോകും. സ്റ്റൊമക്ക് ചെറുതാവുമ്പോൾ ബറിയാട്രിക് സർജറിക്ക് എന്ത് കിട്ടിയോ അതുപോലെ തന്നെ ഉള്ള ഇഫക്റ്റ് ഈ പറയുന്ന എൻഡോസ്കോപ്പിക് സൂച്ചറിങ്ങിന് കിട്ടും. അപ്പോൾ അതൊരു 70% വരെയും സ്റ്റൊമക്കിന്റെ സൈസ്, വോളിയം ഞങ്ങൾക്ക് എൻഡോസ്കോപ്പിക് സൂച്ചറിങ് വഴി കുറയ്ക്കാൻ പറ്റും. ഡോക്ടർ, അപ്പോൾ ഇങ്ങനെ കുറയ്ക്കാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ എല്ലാവർക്കും ഇങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ല, ഇത് ആർക്ക് വേണമെങ്കിലും കുറയ്ക്കാൻ പറ്റും, പക്ഷേ ആർക്കൊക്കെ ആവശ്യമുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾക്ക് ചെറിയൊരു വണ്ണമുണ്ട്, അത് നമ്മൾ കണക്ക് കൂട്ടുന്നത് BMI, ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ടാണ്. ഒരാൾക്ക് വണ്ണം ഉണ്ടെന്ന് അയാൾക്ക് തോന്നുവാണെങ്കിൽ അയാളുടെ വെയിറ്റ് നോക്കണം, അയാളുടെ ഹൈറ്റ് നോക്കണം. വെയിറ്റ് ഇൻ കിലോഗ്രാംസ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അങ്ങനെ വരുമ്പോൾ ഒരു വാല്യൂ ഉണ്ട്, BMI എന്ന് പറയും. നോർമൽ BMI 25 ആണ്, അല്ലെങ്കിൽ 23 to 25 ഒക്കെയാണ് നോർമൽ. എനിത്തിങ് അബവ് 25 ഈസ് അബ് നോർമൽ. 25 മുകളിൽ അപ് ടു 28 ഒക്കെ വരുമ്പോൾ ഓവർ വെയിറ്റ് ആയി. 30ക്ക് മുകളിലേക്ക് കഴിഞ്ഞാൽ ഒരു ഒബീസായി. 35 to 40 ഒക്കെ കഴിഞ്ഞാൽ മോർബിഡ്ലി ഒബീസായി. അപ്പോൾ ഈ ഒരു ബോഡി മാസ് ഇൻഡെക്സ് ഒരു 35-40 ഒക്കെ വരുന്ന ആൾക്കാർക്കാണ് നമ്മൾ സാധാരണ ഗതിയിൽ ഇത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുള്ളൂ. എല്ലാവർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതിന് മുമ്പായിട്ട് വേറെ ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട്. വ്യായാമം ചെയ്യാം, നമ്മുടെ ആഹാര രീതികളൊക്കെ മാറ്റാം. അതൊക്കെ നടത്തിയിട്ടും നമ്മുടെ വണ്ണം കുറയുന്നില്ലെങ്കിലാണ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളോട്ട് പോകേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് 30ക്ക് മുകളിലോട്ടുള്ളവരെയാണ് നമ്മൾ ഈ ഒരു സർജറിയിൽ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ 25 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒബീസിറ്റിയുടെ ഇതിലോട്ട് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഈ 25 BMI മുകളിലുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണോ? ഐ മീൻ സർജറി അല്ല, എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ ആർക്കും ചെയ്യാം. ഡോക്ടർ ബിനോയ് പറഞ്ഞതുപോലെ തന്നെ ആർക്കും ചെയ്യാം. ഒരുമാതിരി 18 വയസ്സ് കഴിഞ്ഞ ഏജ് കഴിഞ്ഞ ആർക്കും എപ്പോൾ വേണേലും ഒരു ഡേ കെയർ ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ 25 കഴിഞ്ഞ് 25 to 30 ഡയറ്റും എക്സസൈസും ട്രൈ ചെയ്ത് നോക്കി പറ്റുന്നില്ല എന്ന് കണ്ടാൽ മാത്രമേ 25 to 30 എടുക്കാറുള്ളൂ. ഈ 30 to 40 ആണ് ഐഡിയലായിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ഈ പ്രൊസീജിയർ ഗുണം ചെയ്യുക 30 to 40. 25 to 30ക്ക് ഡെഫിനറ്റ്ലി വേറെ ഓപ്ഷൻ ഉണ്ട്, എക്സസൈസും ഡയറ്റും ഉണ്ട്. 30 to 40ക്ക് ഓപ്ഷൻ കുറവാണ്. കാര്യം അവർ എക്സസൈസ് ചെയ്താലും ഡയറ്റ് ചെയ്താലും കുറയുന്നില്ല അവരുടെ വെയിറ്റ്. അപ്പം അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ കൂടുതലും ഇങ്ങനത്തെ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. പിന്നെ ഈ പ്രമേഹം ഉണ്ടല്ലോ, ഡയബറ്റീസ്, അത് വേണ്ട രീതിയിൽ ഡയറ്റ് നോക്കി, മരുന്ന് നോക്കി, ഇതെല്ലാം ചെയ്തിട്ടും അവർക്ക് ഇച്ചിരി വണ്ണമുണ്ട്,
ഈ പ്രമേഹം ഒട്ടും കൺട്രോൾ ആവുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ, അതായത് BMI മോർ ദാൻ 27, 27 തൊട്ട് 32 വരെയുള്ള ആൾക്കാർക്ക് ഒരു ബോർഡർ ലൈനാണ്. പക്ഷേ അവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണവും കുറയും, അവരുടെ പ്രമേഹത്തിന് നല്ല കൺട്രോൾ കിട്ടും. പ്രമേഹത്തിന് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രമേഹം ഒരു 10-15 വർഷം കഴിയുമ്പോഴേക്കും മറ്റുള്ള അവയവങ്ങളെ ബാധിക്കും. അവർക്ക് കിഡ്നി പ്രശ്നം വരും, റെറ്റിനോപ്പതി കണ്ണിന് പ്രശ്നം വരും, വെസൽസ് രക്തക്കുഴലിനെ ബാധിച്ചിട്ട് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ പ്രമേഹം എങ്ങനെ എത്രമാത്രം കൺട്രോൾ ആക്കാമോ അത്രയും നല്ലത്. നമ്മുടെ ശരിയായിട്ടുള്ള മരുന്നുകളും ചിട്ടയായിട്ടുള്ള എക്സസൈസൊക്കെ ചെയ്തിട്ടും പ്രമേഹത്തിന് കൺട്രോൾ കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി ഇതിനൊരു ഇൻഡിക്കേഷൻ ഉണ്ട്. അപ്പോൾ അബ്സല്യൂട്ട് BMI മാത്രമല്ല, കോമോബിഡിറ്റീസ്, ഇപ്പോൾ പ്രമേഹമുണ്ട്. ഈ 1-2 പേഷ്യൻസ് ഡോക്ടറിൽ ഓർക്കുന്നുണ്ടോ, ഈ അവർക്ക് കാർഡിയക് ഫെയിലർ ആയിരുന്നു. അപ്പോൾ അത് ആക്ച്വലി നമ്മുടെ കാർഡിയോളജിസ്റ്റ് ഞങ്ങൾക്ക് റെഫർ ചെയ്യുക ചെയ്തത്. ഈ പറയുന്ന എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ ചെയ്ത് അവരുടെ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വെയിറ്റ് കുറയുമ്പോഴേക്കും നമ്മുടെ ബോഡി ആ സ്ട്രെയിൻ കുറയും, ഹാർട്ടിൻ്റെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യും. ആ പ്രൊസീജിയർ കഴിഞ്ഞപ്പോഴേക്കും അവർ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. സോ ഇതിപ്പോൾ പല ക്രൈറ്റീരിയ, നമ്മുടെ വെയിറ്റ്, മറ്റുള്ള അസുഖങ്ങൾ, ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് തീരുമാനം. ഇപ്പം നമ്മൾ ഇതിനെ ആദ്യം തൊട്ടൊന്ന് ഡൈസെക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം എൻഡോസ്കോപ്പിക്കലി, അപ്പം നമ്മളത് എത്ര നേരത്തെ പ്രൊസീജിയറാണ്? അനസ്തീഷ്യ ആവശ്യമുണ്ടോ? അനസ്തീഷ്യ ആവശ്യമുണ്ട്. കാര്യം എൻഡോസ്കോപ്പ് സാധാരണഗതിയിൽ ഔട്ട് പേഷ്യൻറ്റ് പ്രൊസീജിയറായിട്ട് ചെയ്യുമ്പോൾ 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. ഇത് അതുപോലെയല്ലല്ലോ. എൻഡോസ്കോപ്പിക്കൽ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതുകൊണ്ട് അത് 1 മണിക്കൂറോളം എടുക്കും. 1 മണിക്കൂർ ഒരു പേഷ്യൻ്റ് വായിലിങ്ങനെ എൻഡോസ്കോപ്പ് വെച്ചുകൊണ്ടിരിക്കില്ല. അതുകൊണ്ട് അന്നേരം അനസ്തീഷ്യ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഉള്ളിൽ ചെന്നു. അപ്പോൾ നമ്മൾ വയറിനെ, അതായത് നമ്മൾ വയറിനെ സ്യൂച്ചർ ചെയ്യാണ്. രേണു ഉദ്ദേശിക്കുന്ന വയറെന്ന് പറയുന്നത് ഇത്രയും ഭാഗം കാണിച്ചില്ലേ, അത്രയും ഭാഗം ഇല്ല. ഞാൻ അതിന് ഒരു പടം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു അതായത് നമുക്ക് അത് തന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ടാണ്. അത് അബ്ഡോമിനൽ വാളാണ്. രേണു പറഞ്ഞത് അബ്ഡോമിനൽ വാളാണ്. എന്റെ മനസ്സിൽ വയർ ഇത്രയുണ്ട്, അത്രയില്ല. ഓക്കെ, ഇത് അബ്ഡോമൻ, ഇത് മുഴുവൻ അബ്ഡോമൻ. അബ്ഡോമനകത്തുള്ള സ്ട്രക്ചേഴ്സ് ആയി കാണുന്നു. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് ഈ സ്ട്രക്ചേഴ്സിനകത്ത് നമുക്ക് സ്റ്റൊമക്ക് ഉണ്ട്. ഈ സ്റ്റൊമക്കിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റൊമക്കാണ് ഈ സഞ്ചു പോലെ വികസിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റൊമക്കിനെ നമ്മൾ ചെറുതാക്കുക എന്നുള്ളതാണ് ഈ പ്രൊസീജിയർ. അപ്പോൾ അതിന്റെ വലിപ്പം അങ്ങ് കുറയുന്നു. അതിന്റെ വലിപ്പം കുറയും. കാര്യം ഇത് എത്ര വേണേലും നമുക്ക് വലുതാവും. ഒരുപാട് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വലുതാവും. അപ്പോൾ അത് വലുതാവാതിരിക്കാനും അതിനകത്ത് ശാപ്പാടടിക്കുന്ന ആഗ്രഹം ഒരുപാടുള്ളവർക്ക് അതങ്ങോട്ട് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഭക്ഷണമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വെയിറ്റ് കുറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് കാലം കൊണ്ടേ കുറയത്തുള്ളൂ. ഇത് നമ്മളിപ്പോൾ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഒരു 10% വെയിറ്റ് ലോസ് ആദ്യത്തെ ഒരു 1-2 മാസം കൊണ്ടുണ്ടാവും. പിന്നെ ഒരു 5 to another 10% വെയിറ്റ് ലോസ് ഒരു 3-4 മാസം കൊണ്ടുണ്ടാവും. അപ്പോൾ ഒരു 6 months കൊണ്ട് ഒരു 15 to 20% വെയിറ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ എത്രത്തോളം? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബിനോയ് ഡോക്ടർ എന്തോരം വെയിറ്റ് ടോട്ടലി ലൂസ് ചെയ്യാം? അതാണ് ഒരു റേഞ്ചാണ്. ഏറ്റവും മിനിമം ഒരു 8-10% എങ്ങനെയാണെങ്കിലും ഉണ്ടാവും. പിന്നെ ഓവർ ദി മന്ത്സ് അതൊരു 20-25 up to 30% ഒക്കെ വെയിറ്റ് കുറയും. അത്രയും വരെ ഇത് കമ്പൈൻ ചെയ്യണം. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒറ്റ പ്രൊസീജിയർ മാത്രം വെച്ചിട്ട് ഈ പറയുന്ന വെയിറ്റ് മുഴുവൻ കുറയില്ല. അതിനോടൊപ്പം തന്നെ എക്സസൈസ് തുടരണം. കഴിക്കുന്ന ഭക്ഷണം, ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയുന്നു. ആ ചെറിയ ഭക്ഷണമാണെങ്കിൽ അതിനകത്ത് ഒത്തിരി കലോറി കൂടുതലുള്ള, ഷുഗർ കൂടുതലുള്ള, അദ്ദേഹം ചോക്ലേറ്റും അതെല്ലാം കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം തിരിച്ചു വരും. മനസ്സിലായില്ലേ? അപ്പോൾ വിശപ്പ് കുറയും, പക്ഷേ ഒരുപാട് കൊതിയുള്ളവർക്ക് ഈ പറയുന്ന പ്രൊസീജിയർ ഒന്നും വിധിച്ചിട്ടുമില്ല. കാര്യം അവർക്ക് ആത്മാർത്ഥമായിട്ടൊരു ആഗ്രഹം ഉണ്ടാവണം വെയിറ്റ് കുറയാനായിട്ട്. ഇപ്പം നമ്മൾ പല സമയത്തും ഇവരെ ഈ ഇങ്ങനത്തെ ഉള്ള പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് അമിതവണ്ണമുള്ള ആൾക്കാരെ ഒരു സൈക്കാട്രി കൺസൾട്ടേഷൻ വിടും. സൈക്കാട്രി കൺസൾട്ടേഷൻ വിട്ട് അതാണ് ബെറിയാട്രിക് പ്രോഗ്രാം എന്ന് പറയുന്നത്. സൈക്കാട്രി കൺസൾട്ടേഷൻ വിടുമ്പോൾ മനസ്സിലാവും ഇവർക്ക് ഈ ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കര ആയിട്ട് പ്ലഷർ വരുന്ന കൂട്ടത്തിലാണോ. അങ്ങനെ പ്ലഷർ വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അവർ പിന്നെയും പോയി തിന്ന് ഈ ഉള്ള ചെറുതാക്കിയ സ്റ്റൊമക്കിനെ വീണ്ടും വീണ്ടും വികസിപ്പിക്കും. ഇവര് സ്റ്റൊമക്കിന് ഇങ്ങനെ അഡാപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരു ചെറിയ കണക്ക് പറഞ്ഞാൽ നോർമൽ സ്റ്റൊമക്ക് 1200 ml ഓളിയം. പക്ഷേ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നോർമലി അത് പക്ഷെ 3 times എൻലാർജ് ചെയ്യും. 3 times എൻലാർജ് ചെയ്യുമ്പോഴേക്കും എൻ്റെ ഓളിയം ഒന്ന് ഇമാജിൻ ചെയ്യുന്നു. ഇത് നമ്മൾ സ്റ്റൊമക്ക് കട്ട് ചെയ്ത് ചെറുതാക്കിയാലും ആഹാരം ക്രമത്തിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ പതിയെ 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 ആ സ്റ്റൊമക്ക് വീണ്ടും വികസിക്കും. കുറേ നാൾ കഴിയുമ്പോഴേക്കും പഴയ പോലെ തന്നെ ആവും. ഈ ചെയ്ത് വെച്ചെല്ലാം വേസ്റ്റായി പോകും. അപ്പോൾ ഈ സൈക്കാട്രിസ്റ്റിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയറ്റീഷ്യൻ. അപ്പോൾ ഇതിന് മുമ്പും ഇതിന് ശേഷവും ഒക്കെ ഡയറ്റിനൊക്കെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ടീം വർക്കാണ്. പേഷ്യൻ്റ് വരുന്നു, പേഷ്യൻറ്റിനെ പലപ്പോഴും റെഫർ ചെയ്യുന്നത് ഫിസിഷ്യൻസ് ആയിരിക്കും. അവർക്ക് പേഷ്യൻറ്റിനും ബോധ്യമുണ്ട് എനിക്ക് സർജറി വേണം, എൻ്റെ വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ അവർ മോട്ടിവേറ്റഡ് ആയിരിക്കും. ഈ പറയുന്ന പോലെ ഭക്ഷണം കഴിച്ച് പ്ലഷർ ഉണ്ടാകുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വിൽ ബി ഒരു ഡിസാസ്റ്റർ ആയിരിക്കും. ഈ തീറ്ററപ്പായി നേട്ടല്ലേ 52 ഇഡലിയൊക്കെ തിന്നോണ്ടിരുന്നത്. അപ്പോൾ അത്രയും സ്റ്റൊമക്കിന് കപ്പാസിറ്റി ഉണ്ടെന്നേ കാണും. അതിനുശേഷം ഈ പ്രൊസീജിയർ നടക്കുന്നു. പ്രൊസീജിയറിന് ശേഷം പിന്നെയും ഈ ഡയറ്റീഷ്യൻ ഒത്തിരി റോളുണ്ട്.
അപ്പോൾ ഓരോ ആദ്യത്തെ ദിവസങ്ങളിൽ ഡയറ്റിന് പ്രത്യേകതകളുണ്ട്. ഇപ്പം ഇമ്മീഡിയറ്റ്ലി വലുതായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. സ്റ്റാർട്ട്സ് വിത്ത് ലിക്വിഡ്, ഒരു 3-4 ഡേയ്സ് കഴിയുമ്പോഴേക്കും പതുക്കെ പതുക്കെ സ്ലറി പോലെ ഈ കുഴമ്പ് പരുവത്തുള്ള തിക്ക് സൂപ്പ്, യോഗട്ട്, തിക്ക് ജ്യൂസ്, ഷേക്ക്. അപ്പോൾ അതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് പ്രോട്ടീനാണ്. അപ്പോൾ നമ്മുടെ സാധാരണ ഡയറ്റിനകത്ത് നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കും, ഫാറ്റ് കഴിക്കും. ജനറലി നമ്മുടെ കേരളത്തിലെ ഡയറ്റിനകത്തൊക്കെ പ്രോട്ടീൻ കുറവാണ്. മനസ്സിലാവില്ല, നമ്മൾ അധികം ചോറുണ്ണും, ഒരു ചെറിയ മീൻ കഷ്ണം കഴിക്കുള്ളൂ. തിരിച്ചാവും, കാർബോഹൈഡ്രേറ്റ് കുറച്ചു, ഷുഗർ കുറച്ചു, ഫാറ്റ് കുറച്ചു, മോർ ഓഫ് പ്രോട്ടീൻ. ആ ഒരു ഡയറ്റിൽ പോയി സ്ലോലി മേ ബി ഒരു 2-3-4 വീക്സ് കൊണ്ട് അവർ സോളിഡ് ഡയറ്റായി. പക്ഷെ കഴിക്കുന്നതിനൊക്കെ ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ ഡയറ്റീഷ്യൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് എക്സസൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആയിരിക്കും ഇതിൻ്റെ ഔട്ട്കം. അപ്പോൾ ഇത് നമ്മൾ ഈ സർജറി ചെയ്യുന്നതിന് മുന്നേ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ, അതോ ജനറലി ഒരു കൗൺസിലിംഗ് വേണം ഇവർക്ക്. ഒരു കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. കൗൺസിലിംഗ് കൊടുക്കുന്നത് ഡയറ്ററി കൗൺസിലിംഗ് ഉണ്ട്, സൈക്കാട്രി കൗൺസിലിംഗ് ഉണ്ട്. രണ്ടും ഡോക്ടർ ബിനോയ് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്തല്ലോ. അപ്പോൾ അതിനോട് അഡിയർ ചെയ്യാൻ പറ്റുമെന്ന് ഒരു തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പ്രൊസീജിയർ അണ്ടർഗോ ചെയ്താൽ മതി. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത് പേടിപ്പിക്കുകയല്ല, ബട്ട് ദേ ഷുഡ് ഹാവ് എ റിയലിസ്റ്റിക് പിക്ചർ. വ്യക്തമായ ബോധ്യം, അതായത് പിടിച്ചു കെട്ടിക്കൊണ്ടല്ല, സ്വയം തോന്നി വരുന്നവർക്കാണ് ഇതിന്റെ ഫലം ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് മനസ്സിലായിടത്തോളം 1 അവറിൻ്റെ ഒരു പ്രൊസീജിയറാണ്. അപ്പം വളരെ ഈസിയാണ്. അഡ്മിറ്റ് ആവലും പോലും ഒന്നും അതൊന്നും വലിയ പ്രോബ്ലം ഇല്ല. അതായത് തലേ ദിവസം അഡ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം പ്രൊസീജിയർ ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസം വീട്ടിലേക്ക് പോകാം. അതങ്ങനെ ഈവൻ വെസ്റ്റേൺ കൺട്രീസിൽ ഡേ കെയർ രാവിലെ വന്ന് അഡ്മിറ്റ് ചെയ്ത് ഉച്ച കഴിയുമ്പോൾ പ്രൊസീജിയറും കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോകും. അപ്പോൾ അതൊരു അത്രയും നമ്മൾ ചെയ്യാത്തതിൻ്റെ കാരണം കുറച്ചെന്തെങ്കിലും ബുദ്ധിമുട്ട് രോഗിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് പിറ്റേ ദിവസം വിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഓവർനൈറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിടാറുള്ളത്. വേദന കുറവാണ്. കാര്യം സ്റ്റൊമക്കിനകത്തുള്ള സൂച്ചേഴ്സ് ഒന്നും പെയിൻ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു ദിവസം വല്ലതും ചെറിയ പെയിൻ വരുവാണെങ്കിൽ തന്നെ അതിനുള്ള മെഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ മാറും. അത് വേറെ റെസ്റ്റുകളൊന്നും ഇല്ല. കാര്യം 3rd ഡേ സാധാരണ ഒരു ഡെസ്ക് ജോബ് ഉള്ള ഒരാൾക്ക്, ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലേക്ക് ഇരിക്കുന്ന ആൾക്കാണെങ്കിൽ 3rd ഡേ പോയിട്ട് ജോലി ചെയ്യാം. ഇച്ചിരിയുടെ ഒരു ഫിസിക്കൽ ലേബർ കുറച്ചുള്ള ആളാണെങ്കിൽ മേ ബി അനദർ ഒരു 5 to 7 days ഞങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ ഒരുപാട് ഭക്ഷണം നമ്മൾ അധികം കൊടുക്കാത്തതിൻ്റെ ഒരു കാരണമുണ്ട്. ഈ സൂച്ചർ ചെയ്ത ഭാഗങ്ങൾ ഒന്ന് ഒട്ടിയൊക്കെ പിടിക്കണമല്ലോ, ഇച്ചിരി സമയം വേണമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എൻലാർജ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡയറ്ററി ഷെഡ്യൂളും കൂടെ 1 മാസത്തേക്ക് ഫോളോ ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ നോർമൽ ഡയറ്റിലേക്ക് മാറാം, പക്ഷെ വോളിയം കുറവാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എൻ്റെ സംശയം, ബിനോയ് ഡോക്ടർ, ഇത് കഴിഞ്ഞു, എൻ്റെ വയറ് കുഞ്ഞായി, എനിക്കൊരു സന്തോഷം വന്നു. വെരി ഗുഡ്. ഞാനൊരു 3-4 മാസം അങ്ങനെ പോയി, ഞാൻ ഹാപ്പി. പക്ഷെ 3-4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ക്രേവിങ്സ് തിരിച്ചു വന്നു, എനിക്ക് കൊതി വന്നു. അപ്പം ഞാൻ ഈ 1200 ഇത്രയുള്ള എൻ്റെ വയറിലോട്ട് ഒറ്റ നേരം കൊണ്ട് ഫുഡ് എനിക്ക് കൊതി വന്ന ഒരു 3 ബിരിയാണിയൊക്കെ കഴിച്ചാൽ എന്ത് സംഭവിക്കും? അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി ഒന്നും സംഭവിക്കില്ല. ഒത്തിരിയൊക്കെ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ ഈ സ്റ്റൊമക്കിലോട്ടും കപ്പാസിറ്റി ഇല്ല. ചിലപ്പോൾ നമ്മൾ വൊമിറ്റ് ചെയ്ത് കളയും, അതിനത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഈ ഫ്യൂച്ചറൊക്കെ ഇട്ട് അവിടെ നിന്ന് ഹീൽ ചെയ്ത സ്ഥലത്ത് ഫൈബ്രോസിസ് എന്ന് പറയും, കുറച്ച് സ്കാറിങ് ഒക്കെ ഉണ്ടാവും. അതായത് ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ ഇച്ചിരി കഴിച്ച ഉടനെ അങ്ങ് വികസിച്ച് വരുമൊന്നുമില്ല. അവിടെ ഒരു സ്കാർ ടിഷ്യൂ ഉണ്ടായി. പക്ഷേ സ്ലോലി ആ കൂടുതൽ ഫുഡ് ചെല്ലുന്നതനുസരിച്ചിട്ട് സ്റ്റൊമക്ക് അഡാപ്റ്റ് ചെയ്യും, വീണ്ടും പതുക്കെ ഡിസ്റ്റൻഡ് ചെയ്യും, അത് അക്കോമഡേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതിൻ്റെ പ്രയോജനം എല്ലാം നഷ്ടപ്പെടും. അതായത് ഒരു തവണ അങ്ങനെ കഴിച്ചുകൊണ്ടൊന്നും വരത്തില്ല, ലൈക്ക് ഒരു ചീറ്റ് മീലൊക്കെ നമുക്ക് വരുന്നതിന് മീലിന് പ്രോബ്ലം അനുസരിച്ച് ചിലപ്പോൾ നമ്മളത് ടോളറേറ്റ് ചെയ്യില്ല, കഴിക്കുമ്പോഴേക്കും വൊമിറ്റ് ചെയ്യും. സ്റ്റൊമക്കിന് പിടിച്ചു നിർത്താൻ പറ്റിയില്ല ഇത്ര വോളിയം ചെന്ന് കഴിയുമ്പോഴേക്കും. കാരണം അല്ലാത്ത സ്റ്റൊമക്കാണെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യും, സ്റ്റൊമക്ക് ഡിസ്റ്റൻഡ് ചെയ്യും. മനസ്സിലാകുന്നില്ലേ? അപ്പോൾ ചീറ്റ് മീൽ പറ്റും. ഇത് അൺഫോർച്ചുനേറ്റ്ലി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്ര കിലോ വരെയുള്ളവർക്ക് ഈ സർജറി, ഇപ്പോൾ ഒബീസിറ്റി പറഞ്ഞല്ലോ നമ്മൾ 35 to 40 എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒബീസാണ്, ശരി. പക്ഷേ ഏറ്റവും കൂടിയത് ഏത് വെയിറ്റ് വരെയുള്ളവർക്ക് ഇത് പറയണ അനുസരിച്ച് ഒരു നമുക്ക് 150-200 കിലോ ഉള്ളവർക്കൊക്കെ ചെയ്യാം. പക്ഷേ വെയിറ്റ് ലോസ് ഉണ്ടാകുന്ന ഒരു 30 to 40 kg വെയിറ്റ് ലോസ്. അപ്പോൾ 30 to 40 kg വെയിറ്റ് ലോസ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ 100 to 120-130 കിലോഗ്രാം വെയിറ്റ് ഉള്ളവർക്കാണ്. അപ്പോൾ അവർക്കൊരു 30 കിട്ടുവാണെങ്കിൽ അവർ ഏതാണ്ട് ഒരു 90-100 വരുമല്ലോ. അവർക്കാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. അതിൻ്റെ മുകളിലേക്കുള്ളവർക്ക് ചെയ്യുമ്പോൾ ഇത്രയും കിലോഗ്രാം വെയിറ്റ് ലോസ് പല സമയത്തും മതിയാവും അവരുടെ കുറേ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട്. ഉദാഹരണത്തിന് നല്ല നടുവേദന, നല്ല മുട്ടുവേദന, കാർഡിയക് പ്രോബ്ലം, പ്രഷർ. കാര്യം ഓരോ കിലോ വെയിറ്റ് കുറയും തോറും പ്രഷർ കുറയും, ഡയബറ്റീസിൻ്റെ ഷുഗറിൻ്റെ റിക്വയർമെൻറ്റ് ഓഫ് ഇൻസുലിൻ കുറയും. അപ്പോൾ എല്ലാ കാര്യത്തിനും മുട്ടിൻ്റെ വേദന കുറയും. അപ്പോൾ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യണ അല്ല ഒരു ഹിപ്പ് നീ റീപ്ലേസ്മെന്റ് ഒരാൾക്ക് ചെയ്യണം. അപ്പോൾ അയാൾ 150 കിലോ ഉണ്ട്. അപ്പോൾ അയാൾക്ക് ഐഡിയൽ പ്രൊസീജിയർ ആണോ ഇതെന്ന് ചോദിച്ചാൽ അയാളുടെ ഒരു 30 കിലോ വെയിറ്റ് കുറച്ച് കൊടുത്താൽ പല സമയത്തും അവർക്ക് ഭയങ്കര ബെനിഫിഷ്യലായി നീ
റീപ്ലേസ്മെന്റിന്. അതെ അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റോടെ ഉണ്ട് ഇതിന്. അതായത് ഹയർ വെയിറ്റ് ഉള്ള ആൾക്കാർക്കും ചെയ്യാം, ബട്ട് എക്സ്പെക്ടേഷൻ ഇസ് ഓൺലി 30 to 40 കിലോഗ്രാം വെയിറ്റ് ലോസ്. അപ്പോൾ ആ വെയിറ്റ് ലോസ് കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ബ്രിഡ്ജ് ചെയ്യും. ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു പേഷ്യൻ്റ് പോവുകയാണെങ്കിൽ ഒബീസ് ആണെങ്കിൽ അവർക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ വെയിറ്റ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന് പാകമുള്ള ലിവർ കിട്ടും. സൈസ് വെച്ചിട്ടാണ് ലിവറിൻ്റെ മാസ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ റീപ്ലേസ്മെന്റ് പ്രോഗ്രാംസ്. പിന്നെ ഒരു സർജറിക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ സർജറി തന്നെ പലപ്പോഴും ഭയങ്കര ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ഫാറ്റി ലിവറിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ഒരു പ്രൊസീജിയർ കൊണ്ട് ഫാറ്റി ലിവറിനുള്ള ഗുണം എന്താണ്, വ്യത്യാസം? അതാണ് ഇപ്പോൾ ഫാറ്റ് ലിവറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫാറ്റ് ലിവർ എന്താണ്? ലിവറിൻ്റെ അകത്ത് ഫാറ്റ് വരുന്നു. അപ്പം നമുക്ക് ഒരാൾക്ക് വണ്ണം വെക്കുമ്പം നമ്മുടെ ദേഹം മൊത്തം ഫാറ്റ് അടിയാണ്. ആദ്യം വയറ്റിൽ വരും, കുടവേറായി, പിന്നെ കൗളിലായി, അതുപോലെ തന്നെ അത് നമ്മൾ വെളിയിൽ കാണുന്നു. ഇൻറ്റേർണൽ ഓർഗൻസ്, ഇപ്പം നമ്മുടെ ലിവറിന് ചുറ്റുമുള്ള ഒമൻറ്റം എന്ന് പറയും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വണ്ണമുള്ള ആൾക്കാരെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം ഫാറ്റ് ഉണ്ട് എന്ന് പറയുന്ന പോലെ ലിവറിൽ വന്ന് ഫാറ്റ് അടിയുന്ന അവസ്ഥയ്ക്കാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഈ ഫാറ്റ് ലിവർ അതിൻ്റെ എന്തുകൊണ്ടാണ് നമ്മളിത് വറീഡാവുന്നത്? കാരണം ഈ ഫാറ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഫാറ്റ് ഒരു ന്യൂട്രൽ ടിഷ്യൂ അല്ല. നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ഫാറ്റ് ഉള്ളപ്പം ഈ ഫാറ്റ് തന്നെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, ഒരു നീർക്കെട്ടുണ്ടാക്കും. അങ്ങനെ പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കോവിഡ് വന്ന കാലത്ത് നമ്മൾ സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ? പെട്ടെന്ന് കോവിഡിൻ്റെ എല്ലാ അറ്റാക്ക് ഉണ്ടാകുന്നത് ഈ സൈറ്റോകൈൻസ് വരുന്ന പോലെയാണ്. അപ്പോൾ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഫാറ്റി ടിഷ്യൂ തന്നെ വരും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു, പല പല പ്രോബ്ലം ഉണ്ടാക്കുന്നു. എന്ന് പറഞ്ഞ പോലെ ലിവറിലെ ഫാറ്റ് ലിവറിന് ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ പഠനങ്ങൾ കാണിക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ 10% വെയിറ്റ് ബോഡിയുടെ കുറയുകയാണെങ്കിൽ ഈ ലിവർ ഫാറ്റ് മെൽറ്റ് ചെയ്ത് പോകുന്ന പറയും. അപ്പോൾ ഒരു ഒബീസിറ്റി സർജറി കൊണ്ട് ഇപ്പോൾ അയാൾക്കൊരു 10-15% വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ അറിയുന്നില്ല, പക്ഷേ നമ്മുടെ ലിവറിനകത്ത് കാര്യമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായി. ഹിസ്റ്റോളജിക്കലി ബയോപ്സി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. അപ്പം പണ്ട് കാലത്ത് ഈ ഒബീസിറ്റി സർജറി ഉള്ള കാലത്ത് ഈ ഓപ്പൺ ലാപ്രോസ്കോപ്പ് ഇട്ട് സർജറി ചെയ്യുന്ന സമയത്ത് അവർ ലിവറിൽ നിന്നൊരു ബയോപ്സി എടുക്കും. ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ വെയിറ്റൊക്കെ നന്നായിട്ട് കുറഞ്ഞ് നല്ല ടോണ്ടപ്പായി കഴിയുമ്പോൾ വീണ്ടും ഒരു ബയോപ്സി എടുക്കും. അപ്പോൾ ആ ലിവറിനകത്ത് വന്നിരിക്കുന്ന ഫാറ്റ് കൊണ്ടുണ്ടായ ഡാമേജൊക്കെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറഞ്ഞു. ഒരു എവിഡൻസ് ആണ് വെയിറ്റ് ലോസ് കൊണ്ട് ശരീരത്തിൽ വരുന്ന മറ്റുള്ള മാറ്റങ്ങൾ. നമ്മുടെ മൊത്തത്തിലുള്ള അപ്പിയറൻസ് മാത്രമല്ല മാറുന്നത്, എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെയും. ഞാൻ ലിവറിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഹാർട്ട്, കിഡ്നി, ബോൺസ്, ഇതെല്ലാം ഒത്തിരി വ്യത്യാസം വരും. മാത്രമല്ല നമ്മുടെ കോൺഫിഡൻസ്, നമ്മളൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ വെയിറ്റ് കുറഞ്ഞു എന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ്, സന്തോഷം. ഉറക്കം, പലർക്കും സ്ലീപ്പ് അപ്നിയ ഉണ്ട്. ഈ വണ്ണമുള്ള ആൾക്കാരുടെ വേറെ പ്രശ്നം അതാ, ഉറക്കം ശരിയാവത്തില്ല. ഈ വണ്ണം വരുമ്പോഴേക്കും കൂർക്കമ്പലി കൂടും, ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും, സ്ലീപ്പ് അപ്നിയ എന്ന് പറയും. അത് ബെറ്റർ ആവും. നെഞ്ചരിച്ചിൽ, പുളിച്ചേട്ടിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറും. സോ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജാണ്. മാത്രമല്ല വീണ്ടും പഠനങ്ങളുണ്ട്. ഈ വണ്ണം കൂടുതലുള്ള ആൾക്കാർക്ക് ക്യാൻസേഴ്സ് കൂടുതലാണ്. അവർക്ക് പല ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലുണ്ട്. വെയിറ്റ് കുറയുന്നതോറും ഈ പറയുന്ന ഈവൻ ക്യാൻസർ റിസ്ക് വരെയും കുറയും. അപ്പോൾ നമ്മളൊരു ഫിസിക്കൽ അപ്പിയറൻസിന് വരുന്ന മാറ്റം മാത്രമല്ല, നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ തരത്തിലും അതിന് ബെനിഫിറ്റ് ഉണ്ട്. ഒരു മൾട്ടി മൊഡാലിറ്റി അപ്രോച്ചാണിത്. അപ്പോൾ എൻ്റെ അടുത്ത സംശയം ചോദിക്കട്ടെ, ഈ ലിവർ സംശയങ്ങൾ കുറേ കൊണ്ടാണല്ലോ. ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ രണ്ടാണല്ലോ, നോൺ ആൽക്കഹോളിക്കും വരുന്നുണ്ട്, അല്ലാത്ത ഫാറ്റി ലിവറും വരുന്നുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ആ ഒരു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഇതുവരെ, കാരണം അത് ഫുഡിൻ്റെയും നമ്മൾ ഫുഡ് ഒബീസിറ്റി ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലെയാണല്ലോ, അപ്പം അതിങ്ങനെ കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ആൽക്കഹോള് കൊണ്ടുള്ള ലിവർ ആണെങ്കിലും ഫാറ്റി ലിവർ ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി നമ്മുടെ വെയിറ്റ് കുറയുന്നതുകൊണ്ട് കുറയുന്നുണ്ട് അല്ലേ? ഫാറ്റി ലിവർ കുറയുന്നുണ്ട്, വെയിറ്റിന്റെ കമ്പോണന്റ് മാത്രം കുറയും, ആൽക്കഹോൾ കൊണ്ടുള്ള കമ്പോണന്റ് സംശയം അതാണ്. ആൽക്കഹോൾ കൊണ്ടുള്ള ഫാറ്റ് ലിവർ വരെ വെയിറ്റ് കുറച്ചിട്ട് ആൽക്കഹോൾ കഴിച്ചിട്ടും കുറയും. അപ്പൊ എന്റെ സംശയം ഇതാണ്, ഇത് കഴിഞ്ഞാൽ ഈസി പ്രൊസീജിയറാണ്, വയറ് ചെറുതാക്കാൻ പറ്റും, എനിക്ക് മനസ്സിലായിടത്തോളം വേണമെങ്കിൽ രണ്ടാമതും ഇത് ചെയ്യാൻ സാധിക്കും. എത്ര തവണ ചെയ്യാൻ പറ്റും? അത് ചെയ്യാം, രണ്ടാമതും റീഡൂ ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്. കാര്യം ഇത് വെറും തയ്യലല്ലേ, സൂച്ചറല്ലേ. അപ്പോൾ ഇത് സ്റ്റൊമക്ക് പിന്നെയും വലുതാവുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെറുതാക്കാം. അതിപ്പോൾ എത്ര പ്രാവശ്യം ചെറുതാക്കാന്ന് ചോദിച്ചാൽ 3 പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അത് സാധിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ ഒരാൾക്ക് പിന്നീട് ആൽക്കഹോൾ കുടിക്കാമോ? ഈ ആൽക്കഹോളിൻ്റെ ഒരു കുഴപ്പം എന്നാണെന്നറിയോ, അത് ഭയങ്കര ഹൈ കലോറി സാധനമാണ്. അതിനകത്ത് ഒരു കുഴപ്പം, ഈ കുടിക്കുന്ന വോളിയം ലിക്വിഡ് ആണല്ലോ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൺസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു ആപ്പിറ്റൈറ്റ് സ്റ്റിമുലേഷൻ വരും ഇനീഷ്യലായിട്ട്. അപ്പോൾ അത് ആവശ്യമില്ലാത്തൊരു കുറേ ഭക്ഷണം കഴിക്കാനായിട്ടുള്ളൊരു സ്റ്റിമുലേഷൻ ആവും. അപ്പോൾ അത് കലോറി കൂട്ടും. അതിൻ്റെ സ്വന്തം കലോറി കൂടാതെ പിന്നെ രണ്ടാമത് അതിൻ്റെ കൂടെ കഴിക്കുന്ന അക്കംപനിമെന്റ്സ്, ടച്ചിങ്സ് എന്ന ആൾക്കാർ പറയുന്ന സാധനങ്ങൾ, അത് മുഴുവനും മിക്കവാറും നോൺ വെജും അത് ഇതൊക്കെ ആയിരിക്കുമല്ലോ, ജങ്ക് ഫുഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി
ഈ പറയുന്ന സ്റ്റൊമക്കിനകത്ത് നമ്മൾ ഒരിക്കൽ സൂച്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവരോട് പറഞ്ഞേക്കുന്നത് ഇഫ് അറ്റ് ഓൾ സോഷ്യൽ ഡ്രിങ്കിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മേ ബി യു ക്യാൻ ടേക്ക് എ ഗ്ലാസ് ഓഫ് വൈൻ, ഓ അല്ലെങ്കിൽ ഒരു 30 ml ആൽക്കഹോൾ യു ക്യാൻ മിക്സ് ഇറ്റ് വിത്ത് വാട്ടർ ആൻഡ് ഹാവ് ഇറ്റ്. അതല്ലാതെ പൊതുവെ ഒരു ആൽക്കഹോള് ഞങ്ങൾ ഒരിക്കലും എൻകറേജ് ചെയ്യാറില്ല. അതിനവർ പറയുന്ന ഡയറ്ററി ഡിസിപ്ലിൻ അല്ലെങ്കിൽ ആഹാരത്തിലുള്ള അച്ചടക്കം അത് വേണം. ഈ പറയുന്ന മോട്ടിവേഷൻ്റെ ഭാഗമാണത്. എല്ലാം കഴിക്കാമല്ലോ. ഇപ്പോൾ ഇറച്ചി തിന്നണമെങ്കിൽ ഇറച്ചി തിന്നാം, എല്ലാം കഴിക്കാം. കലോറി റെസ്ട്രിക്ഷൻ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ബിരിയാണി കഴിക്കാം. ഓൺലി തിങ് ഈസ് 3 എണ്ണം കഴിക്കാൻ പാടില്ല. മേ ബി 1/3 ഓഫ് എ ബിരിയാണി. 1/3 ഓഫ് എ ബിരിയാണി യു ക്യാൻ ഹാവ് എ ചിക്കൻ പീസ് വിത്ത് സം റൈസ്. വയറ് പറഞ്ഞോളും, ഫീലിംഗ് വരും. എക്സാക്ട്ലി. ഡ്രിങ്കിങ് പറ്റത്തില്ല. പക്ഷെ സോഷ്യൽ ഡ്രിങ്കിങ് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ വൈൻ കുടിക്കാം. പക്ഷെ സോഷ്യൽ ഡ്രിങ്കിങ് വല്ലപ്പോഴും ഒരിക്കലത്തെ കാര്യമാണ് ഈ പറയുന്നത്. അതല്ലേ വൈൻ കുടിച്ചോ എന്ന് പറഞ്ഞ പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഡെവിൾ കോട്ടിങ് ദ ബൈബിൾ പോലെയാ. അത് കാരണം പറയാനൊക്കില്ല. നമ്മളിപ്പോ ഡോക്ടർ പറഞ്ഞു അത് കഴിച്ചോ, വൈൻ കുടിച്ചോ, അത് മാത്രം അവർ കേൾക്കുള്ളൂ. എല്ലാ ദിവസവും സോഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റൂല. ഓക്കെ, അപ്പം അത് പറ്റത്തില്ല. അപ്പം ഇനി സ്മോക്കിംഗ് ആണെങ്കിൽ ബിനോയ് ഡോക്ടർ ഒട്ടും പറ്റൂല. പറ്റൂല. അപ്പം ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ഹാബിറ്റ്സിലോട്ട് എത്താം. അതെ അതെ, എക്സാക്ട്ലി. സ്മോക്കിങ്ങിൻ്റെ പ്രോബ്ലം വെച്ചാൽ ഒന്ന് സ്മോക്കിങ് ഈ അൾസേഴ്സ് ഒക്കെ ഉണ്ടാക്കും. ഇപ്പോൾ ഒരു സപ്പോസ് ഒരു അൾസറൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര സിംറ്റംസും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. മോർ ദാൻ ദാറ്റ് ഇവർക്ക് ഒരു റിസ്ക് ഫാക്ടർ ഉള്ള ആളാണല്ലോ. നമ്മൾ ചെയ്യുന്ന ആൾ ഒരു ഒബീസിറ്റി ഉള്ള ആളാണ്. അയാൾക്ക് വാസ്കുലർ കോംപ്ലിക്കേഷൻസ് ഓൾറെഡി വരുന്നുണ്ട്. അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒരു വഴിക്ക് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റു വഴിക്ക് ഇങ്ങനെ ചെയ്യുന്നത് വിപരീത ഫലം ഉണ്ടാക്കും. സ്മോക്കിംഗ് ഇല്ല. അപ്പം ഇതിപ്പം ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പം ആരൊക്കെയാണ് ശരിക്കും ഇത് ചെയ്യേണ്ടത്? നേരത്തെ നീ റീപ്ലേസ്മെന്റിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ആർക്കൊക്കെ ഇത് ചെയ്താൽ നല്ലത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? മോർബിഡിറ്റി എന്ന് പറയുന്നത് എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ടൈപ്പുള്ള രോഗങ്ങളാണ്. മോർബിഡിറ്റി എന്ന് പറയുന്നത് കോമോർബിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വണ്ണത്തിന്റെ ഒപ്പം ഹാർട്ടിന്റെ പ്രോബ്ലം, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഓരോ കിലോ കുറഞ്ഞാൽ BP ഒരു 2 to 3 mm താഴോട്ട് വരും. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞാൽ രാത്രിയുള്ള ഈ ഭീകരമായ കൂർക്കം വലിയും ശ്വാസം മുട്ടി എഴുന്നേക്കണതും, കിടക്കാൻ വയ്യാത്തൊരവസ്ഥ വരിക. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കരമായിട്ട് ബ്ലോട്ട് ചെയ്യുന്ന ആൾക്കാർ, അതെല്ലാം ലാക്ക് ഓഫ് കുടലിന്റെ മൂവ്മെന്റും എല്ലാം സ്ലോ ആവുന്നുണ്ടേ ഒബീസ് ആൾക്കാർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. 10% വെയിറ്റ് ലോസ് മതി ഒരു ആവറേജ് കറക്ഷന്. പക്ഷെ അതിനേക്കാളും കൂടുതൽ വെയിറ്റ് ലോസ് ഈ പ്രൊസീജിയർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊസീജിയർ ഒരു തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പേഷ്യൻസിനെല്ലാം ഓഫ് കോഴ്സ് ശരീരം കുറച്ച് ഫിറ്റായി കഴിയുമ്പോൾ ഒരുവിധ അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കും എന്നുള്ളത് തന്നെയാണല്ലോ. പക്ഷേ ഡോക്ടർ, ഇപ്പം ഇതല്ലാതെ ഞാൻ ഒരുപാട് വേറെയും പ്രൊസീജിയറുകൾ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പം എനിക്ക് തന്നെ അറിയാവുന്ന 2 പേര്, അവർ ടാബ്ലറ്റ്സ് എടുത്തിട്ട് വെയിറ്റ് ലൂസ് ചെയ്ത ആളുകളാണ്. അതിൽ ഒരാൾക്ക് പക്ഷേ ടാബ്ലറ്റ് നിർത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ വെയിറ്റ് കംപ്ലീറ്റ് തിരിച്ചു കയറി. എന്നാൽ മറ്റേ ആൾ ആ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞിട്ട് അയാൾക്ക് ഒരിക്കലും തിരിച്ചാ വണ്ണം വന്നിട്ടില്ല. അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് സേഫ് ആണോ? അങ്ങനെ എടുക്കുമ്പോൾ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒത്തിരി ടാബ്ലറ്റ്സ് ഉണ്ട് ആക്ച്വലി. ഇപ്പം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഒസംബിക് എന്നൊക്കെ പറഞ്ഞിട്ട്, എല്ലാവർക്കും അറിയാം. അത് ഈ ഒരു കുറച്ച് നാൾ മുമ്പ് വന്നതാണ്. അത് അടിസ്ഥാനപരമായിട്ട് പ്രമേഹത്തിൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ട് വന്ന കുറച്ച് ഇഞ്ചക്ഷൻസ് ആയിരുന്നു. തുടക്കത്തിൽ ഇഞ്ചക്ഷൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം പഠനങ്ങളാണല്ലോ. അപ്പോൾ പ്രമേഹം കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് മനസ്സിലായി ഇതിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ടാബ്ലറ്റ് കഴിക്കുമ്പം ഈ അളവിലോട്ടൊന്നും വെയിറ്റ് കുറയില്ല. അപ്പോൾ നമ്മളൊരു സർജറിയോ അല്ലെങ്കിൽ ഒരു എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ കഴിഞ്ഞ് സ്റ്റൊമക്ക് ചെറുതാക്കുമ്പോൾ നമുക്കൊരു 25 to 30% ഒക്കെ കിട്ടുന്നത് ടാബ്ലറ്റ് കൊണ്ട് അറ്റ് ബെസ്റ്റ് യു വിൽ ഗെറ്റ് ഒരു 5 to 10% ഒക്കെയാണ് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടേ ഇരിക്കണം. ടാബ്ലറ്റിൻ്റെ എഫക്റ്റ്, ടാബ്ലറ്റ് കുറച്ച് GLP-1 അഗോണിസ്റ്റ് എന്നൊക്കെ പറയും. ഈ ഒരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനമുണ്ട്. മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെ ആവും. ഓക്കെ. അതുപോലെ തന്നെ മോട്ടിവേഷൻ വേണം. ടാബ്ലറ്റ് മാത്രമല്ല, ടാബ്ലറ്റിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ ഡയറ്റ് നോക്കണം, എക്സസൈസ് ഒക്കെ ചെയ്യണം. ഡെഫിനറ്റ്ലി ഒരു 27 BMI ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർ, ഡയബറ്റീസ് ഉണ്ട്, അവർക്ക് ഡയബറ്റീസിൻ്റെ കൺട്രോൾ ആവശ്യമുണ്ട്. ഈ പ്രൊസീജിയറിന് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ടാബ്ലറ്റ് ട്രൈ ചെയ്യാം. സേഫാണ്, വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല. ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ഇപ്പോൾ ഉള്ള ടാബ്ലറ്റിന് മുമ്പ് ആദ്യം വന്നുകൊണ്ടിരുന്ന ഇഞ്ചക്ഷൻസ് ആയിരുന്നു. ടാബ്ലറ്റ് വരുന്നുണ്ട്, കുറച്ച് എക്സ്പെൻസീവാണ്. നമ്മുടെ നാട്ടിലായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളും ഈ ടാബ്ലറ്റും അതുപോലെ ബാരിയാട്രിക് സർജറി എല്ലാം വെച്ച് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ഈ പ്രൊസീജിയറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ബേസിക്കലി ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻലെസ് ആണ്, ഡേ കെയർ ആണ്. ഈ സൈഡ് എഫക്ട്സ് വളരെ കുറഞ്ഞൊരു പരിപാടിയാണ് എൻഡോസ്കോപ്പിക് ആയ കാരണം. 4ാമത്തത് ഇറ്റ് ക്യാൻ ബി റീഡൺ അഗെയിൻ ഇഫ് യു വോണ്ട്. 5ാമത്തത് കമ്പൈൻ ചെയ്യാം.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടാബ്ലറ്റ് കഴിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വെയിറ്റ് ലോസ് ഒരു 3 to 5% ഉള്ളൂ എങ്കിൽ ഇതുമായിട്ട് കമ്പൈൻ ചെയ്ത് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 30% കിട്ടിയെന്ന് വരും. സോ ഇറ്റ്സ് കോൾഡ് എ കോംബോ തെറാപ്പി, കോമ്പിനേഷൻ തെറാപ്പി എടുക്കാം. അപ്പോൾ പലപ്പോഴും ടാബ്ലറ്റിന്റെ ഡോസ് ചെറുത് മതി, അപ്പം മൈക്രോ ഡോസിങ് എന്ന് പറയും. അപ്പോൾ സൈഡ് എഫക്ട്സും കുറയും. അപ്പോൾ മൈക്രോ ഡോസിങ് ഓഫ് ദീസ് ടാബ്ലറ്റ്സ് പ്ലസ് നമുക്ക് ഈ പ്രൊസീജിയറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് കുറച്ചുകൂടെ കിട്ടുകയും ചെയ്യും, എന്നാൽ നമുക്ക് വലിയ സൈഡ് എഫക്ട്സ് ടാബ്ലറ്റ്സിൻ്റെ ഒഴിവാക്കുകയും ചെയ്യാം. പിന്നെ ഈ ടാബ്ലറ്റ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ അമേരിക്കയിലാണല്ലോ ഇത് മുഴുവൻ ഇറങ്ങിയത്. ഇതിപ്പോൾ ഇത്രയും വർഷം അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ റീബൗണ്ട് എഫക്റ്റും ഉണ്ട് നിർത്തി കഴിഞ്ഞിട്ട്. അതിന് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഡയബറ്റിക് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അല്ലാത്തവർക്ക് ലൈഫ് ലോങ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിർത്തി കഴിയുമ്പോൾ അതൊരു ഭയങ്കര റീബൗണ്ട് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ റീബൗണ്ട് എഫക്റ്റിനെയും ഇപ്പോൾ അവർ ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ മരുന്നുകളും എല്ലാം ഉണ്ടോ? ഓക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ബിനോയ് ഡോക്ടർ, ഇപ്പം ഈ ഇത് കുറയുന്ന വയറ് ചെറുതാവുന്ന കാര്യം പറഞ്ഞില്ല. ഇപ്പം പ്രഗ്നൻസിയിൽ പലപ്പോഴും ഒരു 2-3 പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് മൊത്തത്തിൽ അബ്ഡോമൻ, ഞാൻ വയറെന്ന് ഇനി പറയാൻ എനിക്ക് സ്റ്റൊമക്കല്ല, അബ്ഡോമൻ അത് വലുതാവുന്നു. അപ്പം ഇങ്ങനത്തെ സർജറീസ് ഇതുപോലെ ഇപ്പോൾ ഈ എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ കഴിഞ്ഞ് കഴിയുമ്പോൾ വയറ് നമ്മൾ സ്റ്റൊമക്കിനെ ചെറുതാക്കുന്നു, നമ്മുടെ വെയിറ്റ് എല്ലാം കുറയുന്നു. പക്ഷെ അപ്പോൾ ഇതൊക്കെ ചെറുതായി, ഈ വലിയ വയറ് തൂങ്ങി ചാടി പുറത്തോട്ട് വയറ് തൂങ്ങി കിടക്കുന്നു, ഇങ്ങനെ ഫ്ലാബി ആയിട്ട് കിടക്കുന്നു അല്ലേ. അങ്ങനെയൊക്കെ വരുമ്പം ചില സമയത്തൊക്കെ അത് വളരെ കോസ്മെറ്റിക് സർജറീസ് ആണ്. അത് കാണുമ്പോൾ ഒരു ഭംഗിയില്ല, വളരെ അഭംഗിയൊക്കെ ആണെങ്കിൽ അത് പ്ലാസ്റ്റിക് സർജൻസിന് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റിക് സർജറീസ് ഉണ്ട്. പിന്നെ ഈ വയറിലെ കാര്യം പറഞ്ഞ പോലെ ലൈപ്പോ സെക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ലൈപ്പോ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ലൈപ്പോ എന്ന് വെച്ചാൽ ഫാറ്റ്, ഈ ഫാറ്റിനെ സക്ക് ചെയ്ത് കളയുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല. നമ്മൾ കാണുമ്പോൾ നമ്മുടെ വയറ് കുറച്ച് കുറയുന്നതല്ലാതെ അതുകൊണ്ട് ഈ പറയുന്ന യാതൊരു അഡ്വാൻറ്റേജും ഇല്ല. പ്രമേഹം കുറയുന്നില്ല, ഹാർട്ടിന് ഉപയോഗം കിട്ടുന്നില്ല, ഡയബറ്റീസ് കൺട്രോൾ ആവുന്നില്ല. ആക്ച്വലി അവർക്കൊരു ഒരു ഒരു കോൺഫിഡൻസ് കണ്ണാടി നോക്കുമ്പോൾ ഇത് കുറഞ്ഞു എന്നുള്ളൊരു ലുക്ക് മാത്രമേ വരുന്നുള്ളൂ. ചില സിറ്റുവേഷൻസിൽ ഇപ്പം ചിലർക്ക് ഈ പറയുന്ന മെറ്റബോളിക് പ്രശ്നങ്ങളൊന്നുമില്ല, പ്രമേഹം അധികമില്ല, വയറിന് മാത്രമേ വണ്ണമുള്ളൂ, അത് കാണുമ്പോൾ ഒരു വളരെ അഭംഗിയാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് സെലക്റ്റീവായിട്ട് വേണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ബാക്കിയുള്ള അവയവങ്ങൾക്കൊന്നും പ്രയോജനം കിട്ടും. ഗുണങ്ങൾ ഈ പറഞ്ഞ പോലെ ഫാറ്റ് ഇറയും മൊത്തത്തിൽ കുറയുമൊന്നുമില്ല. അതും എഗെയിൻ നമ്മൾ എക്സസൈസ് ചെയ്ത് നമ്മൾ ആ ടോൺ നിലനിർത്തണം. വീണ്ടും പഴയ പോലെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പഴയ പോലെ തിരിച്ചു വരും. അപ്പോൾ കാര്യമില്ല, കുറച്ച് കാലത്തെ ഒരു സൗകര്യം. അപ്പോൾ ഈ കുറച്ച് കാലം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ കാലാകാലങ്ങളോളം നമ്മൾ പിന്നെ അതിനെ നമ്മൾ ഡയറ്റും വർക്കൗട്ട് ഫോളോ ചെയ്യാനാണല്ലോ. പക്ഷേ ഞാൻ വായിച്ചിട്ടുണ്ട് കുറച്ച് കാലത്തേക്ക് വേണമെങ്കിൽ നമുക്ക് വയറിനെ കുഞ്ഞാക്കാൻ പറ്റും. അങ്ങനെയുണ്ടോ? കുറച്ച് കാലത്തേക്ക് വയറിനെ കുഞ്ഞാക്കാൻ പറ്റില്ല. പക്ഷേ റെസ്ട്രിക്ഷൻ തെറാപ്പി എന്നും പറഞ്ഞ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഒരു തെറാപ്പി ഇതാണല്ലോ, നമ്മൾ സ്റ്റൊമക്കിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. ഇനിയൊരു ഇൻട്രാഗാസ്ട്രിക് ബലൂൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇൻട്രാഗാസ്ട്രിക് ബലൂൺ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റൊമക്കിനകത്തേക്ക് എൻഡോസ്കോപ്പ് വഴി തന്നെ ഇട്ട് കൊടുക്കുന്ന ഒരു ബലൂണാണ്. ഒരു 500-600 ml സലൈൻ വാട്ടർ അതിനകത്തേക്ക് ഫില്ല് ചെയ്യും. എന്നിട്ട് ആ ബലൂൺ അവിടെ കിടക്കും. നമുക്കൊരു 6 മാസം വരെയും 1 കൊല്ലം വരെ ആ ബലൂൺ അവിടെ വെക്കാം. ഇപ്പോൾ ഒരു 5% തൊട്ട് 10% വെയിറ്റ് കുറയും. അതിന് ഇൻട്രാഗാസ്ട്രിക് ബലൂൺ എന്നാണ് പറയുന്നത്. പക്ഷെ 10% വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാലും നമ്മളത് എടുത്തു കളയേണ്ടി വരും, അത് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് റിവേഴ്സിബിളാണ്. ഈ ഗുളികളുടെ കാര്യം പറഞ്ഞ പോലെയാ, റിവേഴ്സിബിളാണ്. അതിന് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിയിലാവും. അപ്പോൾ ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, ബലൂൺ അവിടെ പെർമനന്റ് ചേഞ്ചസ് ഉണ്ടാക്കും സ്റ്റൊമക്ക് വാളിൽ. അതുകൊണ്ട് 1 കൊല്ലം കഴിയുമ്പോൾ എടുത്തു കളയണം. അപ്പോൾ അത്രേ പറ്റുള്ളൂ. അപ്പോൾ അതിന് കൂടെ ഗുണങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു വലിയ പ്രൊസീജിയറേ അല്ല. ഇപ്പോൾ സർജറിയാണെങ്കിൽ കട്ട് ചെയ്യുന്നു, എൻഡോസ്കോപ്പി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെറുതാക്കുന്നു. ഇതെന്ന് പറയുന്നത് വെറുതെ ഒരു ബലൂണാണ്. അതിന് അനസ്തീഷ പോലും വേണ്ട. രാവിലെ വന്നു എൻഡോസ്കോപ്പി ചെയ്ത് ബലൂൺ ഇടുന്നു. ബലൂണോടെ കിടക്കുമ്പോൾ സ്റ്റൊമക്കിൻ്റെ വോളിയം കുറയും. റിസ്ട്രിക്ഷനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ക്രേവിങ്സ് ഒന്ന് കുറയും കുറേ കാലത്തേക്ക്. ചിലപ്പോൾ അത് ശീലവും ആവാം, കുറച്ചാവാം. പക്ഷേ ഇതിനകത്തൊക്കെ ഒരു കാര്യമുണ്ട്, ദർ ഈസ് സംതിങ് കോൾഡ് സറ്റേറ്റി. നമ്മൾ തൃപ്തി എന്ന് പറയല്ലേ, നമ്മളിപ്പോൾ ആഹാരം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നിറഞ്ഞു എന്നൊരു തോന്നലുണ്ടാവും. വേണം. ആ തോന്നൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിൽ നിന്ന് വരുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഏർലി സറ്റേറ്റി എന്ന് പറയും. ഈ ബലൂൺ അവിടെ കിടക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ലീപ്പ് പ്രൊസീജിയർ ചെയ്യുമ്പോഴൊക്കെ കുറച്ച് കഴിക്കുമ്പോഴേക്കും വയറ് നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ആ സ്പേസ് കുറയുന്നത് മാത്രമല്ല ഇതിനകത്ത് ആക്ച്വലി ബ്രെയിനിൻ്റെ പ്രവർത്തനമുണ്ട്. ചില ഹോർമോണുകൾ നമ്മുടെ ഈ സ്റ്റൊമക്കിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചില ഹോർമോണുകളുണ്ട്. ഹങ്കർ ഹോർമോൺ എന്ന് പറഞ്ഞ ഹോർമോണുണ്ട്. ആക്ച്വലി നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും, കഴിച്ചേക്കാൻ തോന്നും. നമ്മൾ ഹോട്ടലിൽ പോയി വെറുതെ ഒരു സ്നാക്ക് കഴിക്കാൻ പോകുന്നത് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്യും. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ നടക്കുന്ന ഓരോരോ ആക്ടിവിറ്റീസാണ്. ഈ ഹോർമോണിൻ്റെ അളവൊക്കെ കുറയും ഈ ബലൂൺ കിടക്കുമ്പോഴും സർജറി കഴിയുമ്പം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള സ്പേസ് കുറയുന്നു, നമ്മുടെ മോട്ടിവേഷൻ, എക്സസൈസ്, നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവ് കുറയുന്നു. ഈ പറയുന്ന ഹോർമോൺസ്, ഗ്രെലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട്,
ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു വെയിറ്റ് കുറയുക എന്നുള്ള പ്രതിഭാസം വരുന്നത്. ഒരു പല ലിങ്കുകൾ, പല കണ്ണുകൾ ചങ്ങല പോലെയാണ്. ഇനി ഇതിട്ടു, നമ്മൾ സൂച്ചർ ചെയ്തു, അത് വിട്ടുപോരൂ? വിട്ടുപോരില്ല. കാര്യം പോളിപ്രോപ്പിലിൻ സൂച്ചറാണ്, അത് ഭയങ്കര സ്ട്രോങ് ആണ്, അത് വിട്ടുപോരില്ല. പക്ഷേ നമ്മൾ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു മാസത്തേക്ക് നമ്മൾ ഈ സ്റ്റൊമക്കിന് അധികം സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വിട്ടുപോരും. അതുകൊണ്ട് സ്ട്രെച്ച് ചെയ്യാതിരിക്കാനായിട്ടുള്ള ഡയറ്റാണ് ഈ ആദ്യം കൊടുക്കുന്നത്. പെട്ടെന്ന് സ്ട്രെച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുപോരുമൊന്നുമില്ല. വർഷങ്ങളും ഉണ്ട്. പിന്നെ അത് വിട്ടുപോയാലും പിന്നെയും പേഷ്യൻറ്റിന് അപ്പോൾ തടി വെക്കുകയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ റീഡു ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വർക്കൗട്ട് നമുക്ക് ചെയ്യാവോ? എത്ര ഹെവി വർക്കൗട്ട്? നമ്മുടെ ലൈഫ് എങ്ങനെയായിരുന്നു? അപ്പം അത്ലീറ്റ്സ് ആണെങ്കിൽ അങ്ങനെ, അത്ലീറ്റ്സിൻ്റെ നമ്മൾ ഒബിസിറ്റിയുടെ ചെയ്യേണ്ട വരില്ല. അവരല്ലാത്തവരെ നമ്മൾ ഇതിൽ പെടുത്തണ്ട. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആവേശം വന്നു എന്ന് കരുതുക. ഇന്നലെ വരെ ഞാൻ ഒബീസായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ പ്രൊസീജിയർ ചെയ്തു, എനിക്ക് നന്നാവണം. അപ്പോൾ എനിക്ക് ഏതറ്റം വരെ വർക്കൗട്ട് ചെയ്യാവും? ഇല്ല, അവർക്ക് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു 2-3 ആഴ്ച ഇതെല്ലാം ഒന്ന് ശരിയായി വരാനുള്ള ടൈം. നമ്മുടെ ഡയറ്റൊക്കെ കുറച്ച് റിസ്ട്രിക്റ്റഡ് ആണ്. ആ ഒരു സമയത്ത് ഡീഹൈഡ്രേഷൻ ഒന്നും അധികം പാടില്ല. അതെല്ലാം കഴിഞ്ഞിട്ടൊരു മേ ബി ഇൻ എ മന്ത്സ് ടൈം അവർക്ക് ഡെഫിനറ്റ്ലി അവർ എന്ത് വർക്കൗട്ട് വേണം ചെയ്യാം. കാരണം വർക്കൗട്ട് ചെയ്യുമ്പോൾ പിന്നെ സ്റ്റൊമക്കിൻ്റെ അകത്ത് പ്രഷർ നമ്മൾ ഈ ഇതിനകത്തല്ല, സ്റ്റൊമക്ക് കാര്യം ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് വന്ന് ഈ പറഞ്ഞ പ്രൊസീജിയർ ചെയ്തൊരു 10-30 കിലോ കുറയ്ക്കുന്നവർ ആക്ച്വലി ദേ റിട്ടേൺ ബാക്ക് ടു സുംബ ഡാൻസ്, അങ്ങനെയൊക്കെ അവർ റിട്ടേൺ ചെയ്യാറുണ്ട്. അവരുടെ നോർമൽ ആക്ടിവിറ്റീസ്, ട്രെഡ്മില്ല്, സ്കിപ്പിങ്, ഇതൊക്കെ ചെയ്യാം അവർക്ക്. ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ലൈഫിൽ, അത് ഭയങ്കരമായിട്ട് കൂടും. ആ ക്വാളിറ്റി കോൺഫിഡൻസ് ഒക്കെ വരുമ്പോഴേക്കും അവർ ഈ മടിച്ചു നിൽക്കുന്ന ആൾക്കാരൊക്കെ വീണ്ടും മുന്നോട്ട് വരും. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആണ്, നമ്മൾ അറിയാതെ കിട്ടുന്ന ഓരോരോ. ഇതിപ്പോൾ നിങ്ങൾ ഈ സർജറീസ് ഓൾറെഡി മെഡിക്കൽ ട്രസ്റ്റിൽ ചെയ്ത് തുടങ്ങിയിട്ടുള്ള സർജറീസാണ്. അപ്പം ഇതിന് വേണ്ടി വരുമ്പോൾ, ഇത് സജസ്റ്റ് ചെയ്യുമ്പോൾ ആളുകൾ പറയുന്ന പേടികൾ എന്താ? അവർക്ക് പേടി 2-3 കാര്യങ്ങളാണ്. ഒന്ന്, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ. അപ്പോൾ ഈ സ്റ്റൊമക്ക് റിമൂവ് ചെയ്യാന്ന് പറയുന്നതിനെ പറ്റി പറയുമ്പോഴാണ് കൂടുതൽ പേടി. അതായത് ലാപ്രോസ്കോപ്പിക്, എൻഡോസ്കോപ്പിക് സർജറിക്ക് അത്രയും പേടി പറയാറില്ല. കാര്യം എൻഡോസ്കോപ്പി വെറുതെ സൂച്ചറിങ് മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും എന്തെങ്കിലും പാർശ്വഫലം വരുമോ. 2, പലപ്പോഴും ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളതും മനസ്സിലാക്കണം. അതൊരു കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ പ്രൊസീജിയർ എക്സ്പെൻസീവ് ആവുന്നത് കാര്യം ഇതെല്ലാം നമ്മൾ ഈ എക്യുപ്മെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതല്ല. ഈ ഡിവൈസ് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു എക്സ്പെൻസ് നോർമലിനേക്കാളും കൂടും, അതിൻ്റെ ടാക്സും എല്ലാം വരുമ്പോഴേക്കും. അങ്ങനെ ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് അവർ ചിലപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ദിവസം ഒന്ന് ഡയറ്റ് ചെയ്ത് നോക്കട്ടെ, ഞാൻ ഈ പ്രൊസീജിയർ ഒന്നും ചെയ്യുന്നില്ല, ഡയറ്റും ഇതും ഫെയിൽ ചെയ്യുമ്പോൾ വീണ്ടും വന്നവർ അപ്രോച്ച് ചെയ്യും. അപ്പോൾ അന്നേരം പ്രൊസീജിയർ ചെയ്ത് കൊടുക്കും. ഇത് ഇൻഷുറൻസ് കിട്ടുന്നൊരു പ്രൊസീജിയറാണോ? അറ്റ് പ്രസന്റ് ഇന്ത്യയിൽ ഇൻഷുറൻസ് കിട്ടും. ഒരു അസുഖം ഇതുമൂലം ഉണ്ടാകുന്നു എന്ന് നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ പ്രീമിയം ഇൻഷുറൻസ് ഉള്ളവർക്ക് ഒരു ഭാഗികമായിട്ടുള്ള കവറേജ് ബെറിയാട്രിക് സർജറിക്ക് ഇപ്പോൾ ഉള്ള ഇൻഷുറൻസ് കമ്പനീസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒബീസിറ്റി കൊണ്ടാണ് ഈ ഹാർട്ട് പ്രോബ്ലം. ഒബീസിറ്റി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അസുഖം മാറും, അല്ലെങ്കിൽ കുറയുമെങ്കിലും ചെയ്യും. ഒബീസിറ്റി ഒരു അസുഖമാണ് എന്ന് ഇൻഷുറൻസ് കമ്പനി അംഗീകരിച്ചിട്ടില്ല. അതേ കുഴപ്പം. ആക്ച്വലി ഒബീസിറ്റി ഒരു അസുഖമാണ്. ഒബീസിറ്റി ഈസ് എ ഡിസീസ്. നമ്മൾ എവിടെ ഇപ്പം നോക്കിയാലും അത് തന്നെയാണ്. കാര്യം ഇപ്പോൾ വിനോയ് പറഞ്ഞില്ല, ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റാണ്. പക്ഷെ നമ്മൾ വരുത്തുന്ന ഒരു പരിപാടിയല്ലേ അതിലേക്ക്? അങ്ങനെയല്ല, അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് വണ്ണം വെക്കുന്നതിന് നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചു, എക്സസൈസ് ചെയ്തില്ല, അങ്ങനെ ഉണ്ടാവാം, മടി കൊണ്ടുണ്ടാവാം. ഒത്തിരി ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഹോർമോണൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം തൈറോയിഡിൻ്റെ പ്രോബ്ലം, തൈറോയിഡിൻ്റെ ഹൈപ്പോ തൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ വണ്ണം വെക്കാം. പിന്നെ ജനിതകമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ കൊണ്ട് വരാം. അപ്പോൾ ഇപ്പോൾ കുഷിങ് സിൻഡ്രോം ഒരു അസുഖമാണ്, അത് ഹോർമോൺ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ്. ഒബിസിറ്റി എന്ന് പറയുന്ന ഒരു ഡിസീസാണ്, ഇറ്റ്സ് എ ഡിസീസ് ആക്ച്വലി. അപ്പോൾ അതിന് ആ രീതിയിൽ തന്നെ ഇപ്പോൾ ഒരാൾ വരുമ്പോൾ തന്നെ, ഇപ്പോൾ ഒരാൾക്ക് വണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഒരിക്കലും ഈ സർജറിക്കൊന്നും പോയല്ല. അയാൾ എന്തുകൊണ്ട് വണ്ണം വെക്കുന്നു, അപ്പോൾ അയാളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററി, ഡയറ്റ് എന്തൊക്കെ കഴിക്കുന്നു, അയാളുടെ ജോലി എന്താണ്, ഫിസിക്കൽ ആക്ടിവിറ്റി എന്തോരം ഉണ്ട്, വീട്ടിലാർക്കെങ്കിലും ഒബിസിറ്റി ഉണ്ടോ, അതുപോലെ തന്നെ ഒരു ഡീസൻറ്റ് വർക്കപ്പ്, എല്ലാ ഹോർമോൺസും കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി ഡയറ്റീഷ്യൻ്റെ അടുത്ത് വിട്ട് അയാളെ മോട്ടിവേറ്റ് ചെയ്ത് എക്സസൈസ് ചെയ്യാത്ത ആളാണെങ്കിലൊക്കെ ചെയ്യിച്ച് ഡയറ്റ് നോക്കി കുറച്ച് ട്രയൽ കൊടുത്തിട്ട് ആണ് ഈ ഒരു സ്റ്റേജിലോട്ട് എത്തുന്നത്. അപ്പോൾ തന്നെ അതുകൂടാതെ വേറെ ഏതെങ്കിലുമൊക്കെ ടാർഗറ്റ് അവയവങ്ങൾക്ക് പ്രശ്നമുണ്ടോ, അപ്പോൾ ഒബിസിറ്റി ഉള്ള ആൾക്ക് ഹാർട്ടിന് കുഴപ്പമുണ്ടോ, അപ്പോൾ എക്കോ നോക്കും, കിഡ്നി നോക്കും, എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അടുത്തൊരു സ്റ്റേജിലോട്ട് പോകുന്നത്. ആ ഒരു സ്റ്റേജിൽ ഈ പറയുന്ന ചില ആൾക്കാർക്ക് മെഡിസിൻസ് ട്രൈ ചെയ്യാറുണ്ട്. മെഡിസിൻ കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലർക്ക് പ്രയോജനം കിട്ടും. ഇങ്ങനെ ഒരു 2-3-4 ടയർ സിസ്റ്റം ഇത്. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഈ സ്റ്റേജിൽ എത്തുന്നതിന് മുമ്പ് അവർ ഇതിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ ഒരു പ്രൈമറി കാരണങ്ങളൊന്നും ഒബീസിറ്റിക്ക് ഇല്ല.
അമിതവണ്ണമാണ് പ്രശ്നം, അത് മറ്റുള്ള നമ്മുടെ ലൈഫിനെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ഇതിന് ഐഡിയലായിട്ടുള്ളത്. ആൻഡ് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ 100% പ്രയോജനമുണ്ട്. ഒരു കാര്യം കൂടെ, ഇപ്പോൾ ടീനേജേഴ്സിൽ ഒരു 12, 13, 14 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഒരുപാട് നമ്മൾ ഒബീസ് കേസുകൾ കാണാറുണ്ട്. ഇപ്പോൾ എൻ്റെ മോൻ്റെ തന്നെ പല ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പം ഓവർ വെയ്റ്റ് ആണെന്ന് നമുക്ക് തോന്നുന്ന കുട്ടികളെല്ലാം ആണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ പ്രൊസീജിയർ ആണോ? ഇല്ല, ഈ പ്രൊസീജിയർ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ ചെയ്യാറില്ല ആക്ച്വലി. റീസൺസ് പലതാണ്. ഒന്ന്, അവരുടെ വളർച്ച പൂർണ്ണമായിട്ട് എത്തുമ്പോഴേക്കും ചിലപ്പോൾ അവരുടെ ഫിഗറും ആകാരമൊക്കെ മാറും. നിങ്ങൾ കണ്ടിട്ടില്ലേ, 12 വയസ്സിൽ ഇച്ചിരി ഉരുണ്ട് തടിയൊക്കെ ഉണ്ടാവും, പക്ഷേ 10-21 വയസ്സാകുമ്പോഴേക്കും നല്ല സ്മാർട്ടായിട്ട് നല്ല ഫിസിക്കൊക്കെ ആയിട്ട് നടക്കുന്നതാണ്. അപ്പോൾ അവർ ആ ഫുൾ ഗ്രോത്ത് അങ്ങ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴും പിന്നെയും അവർ ഒബീസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു അണ്ടർഗോ എ പ്രൊസീജിയർ ആഫ്റ്റർ ദറ്റ് ഏജ്. ആ 18 to 21 ഒക്കെ കഴിഞ്ഞ് അവരുടെ വളർച്ചയും കഴിഞ്ഞിട്ട് പിന്നെ അവർ ഒബീസ് ആണെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിന് ബെനിഫിറ്റ് ഉള്ളൂ. രണ്ടാമത്, അന്നേരം അവന് അസുഖം പലപ്പോഴും ആ കുട്ടികൾക്ക് ചിലപ്പം ഫാറ്റി ലിവറൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അത് ചെയ്താൽ അന്നേരം ബെനിഫിറ്റ് ഉണ്ടാവും ആ 20-21 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ. അല്ലാതെ ഈ 12-14 വയസ്സുകാരെയൊന്നും പിടിച്ച് ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. ഈ ഫാറ്റി ലിവറിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ചില ആളുകളുണ്ട് ശരീരം വളരെ മെലിഞ്ഞതാണെങ്കിലും ഫാറ്റി ലിവർ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇത് ചെയ്തുകൊണ്ട് ഗുണമുണ്ടോ? ഇല്ല, ഇല്ല. നല്ല ചോദ്യം. ഒബേസിറ്റി കൺട്രോൾ ഇല്ലല്ലോ. അവരുടേത് ശരിക്കും പറഞ്ഞാൽ ഒരു കുറേ ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് ലീൻ ഫാറ്റി ലിവർ എന്ന് പറയും, ലീൻ നാഷണൽ അതെ അതെ. അല്ല, അവർക്ക് ഈ പറഞ്ഞ മെറ്റബോളിക് പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് നമ്മുടെ ലിവർ ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ചില പ്രത്യേക എൻസൈംസ് ഒക്കെ ഇല്ലാതെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാവുന്നതാണ്. അവർക്ക് ചെയ്തിട്ട് കാര്യമില്ല. ലീൻ ഒബീസിറ്റി അല്ലെങ്കിൽ ലീൻ നാഷ്, ഇങ്ങനെ ലീൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ വരുമ്പോൾ പിന്നെ നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് ബോഡി മാസ് ഇൻഡെക്സ് നോർമലാണ്, പിന്നെ നമ്മളൊന്നും ഇതിനൊന്നും അച്ചീവ് ചെയ്യുന്നില്ലല്ലോ. PCOD വന്നിട്ട് വരുന്ന ആളുകളുണ്ട്. ഒബേസിറ്റി ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്താൽ PCOD ചിലപ്പം റിവേഴ്സ് ചെയ്യും. അപ്പോൾ അവർക്ക് ചെയ്യാം. ഡെഫിനറ്റ്ലി. ഓഹോ, അത് നല്ല കാര്യമല്ലേ? ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അവർ പറയുന്നത് അതോടുകൂടി വരുന്ന ബോഡി വെയിറ്റ് ആണ്. കറക്റ്റ്. അതിനകത്ത് നിങ്ങൾക്ക് ബോഡി വെയിറ്റ് ഒബീസ് ആയിട്ടുള്ള ഒരാളാണ് PCOD ആയിട്ട് സഫർ ചെയ്യണമെങ്കിൽ വെയിറ്റ് കുറയ്ക്കുമ്പോൾ PCOD പല സമയത്തും റിവേഴ്സ് ചെയ്യും. അതെ, ഇപ്പം ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ആദ്യം ഒരു വെയിറ്റ് കുറയ്ക്കാനാണ് പറയുന്നത്. വെയിറ്റ് കുറയ്ക്കുക, ഡയറ്റ് നോക്കുക. അപ്പോൾ അവർക്ക് എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി ചെയ്യാം. അതുപോലെ തന്നെ ഈ തൈറോയിഡ് വന്നിട്ട് വെയിറ്റ് കൂടിയവർക്കോ? തൈറോയിഡിന് ട്രീറ്റ്മെന്റ് ആദ്യം കൊടുക്കണം. അല്ല, അതിന്റെ കൂടെ ഒബേസിറ്റി വന്നല്ല. അത് തൈറോയിഡ് ഒപ്റ്റിമൈസ് ചെയ്തു. നമ്മൾ തൈറോയിഡ് കൊടുത്തു, മരുന്ന് കൊടുത്തു, തൈറോയിഡിന്റെ ഫംഗ്ഷനൊക്കെ കൺസിസ്റ്റന്റ്ലി നോർമലായിട്ട് നിൽക്കുകയാണ്. എന്നിട്ടും വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എനിക്ക് കാരണം പല കാരണങ്ങൾ കൊണ്ടാണ് ഈ വണ്ണം ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം വേദനയില്ല, ഒരു കുത്തുപോലും ശരീരത്തിൽ വരുന്നില്ല, കിട്ടും ഈ ബ്ലഡ് അതെല്ലാത്തിനും വേണമല്ലോ. അപ്പം അതല്ലാതെ ഒരു പാട് പോലും പിന്നെ വരില്ല. എല്ലാവരുടെയും പേടി, നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിയുമ്പോൾ 3 പാട് എപ്പോഴും വരുമല്ലോ. അപ്പം അതില്ല. റിക്കവറിക്ക് വേണ്ടിയിട്ട് കാലങ്ങളോളം ഇരിക്കണ്ട, ഹോസ്പിറ്റലിൽ വരുന്നു, ചെയ്യുന്നു, പിറ്റേ ദിവസം പോകാനായിട്ട് സാധിക്കുന്നു. വെയിറ്റ് ഒരു 30 to 40% വരെ കുറയാം. കുറച്ചുകൂടെ താത്തിക്കോ, 20 to 25%. പക്ഷേ ഫോർ എൻ ഒബീസ് പേഴ്സൺ അത് ഒരു കൺസിഡറബിൾ എമൗണ്ട് ആണ് ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, ഒന്നാമത് ഒബേസിറ്റി ആൾക്കാരെ നമ്മൾ ആദ്യത്തെ ഇതിന് ബ്രീഫ് ചെയ്യുമ്പോൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് കൊടുക്കരുത്. അവരോട് തന്നെ ചോദിക്കുക, വാട്ട് ഇസ് യുവർ എക്സ്പെക്ടേഷൻ? അപ്പോൾ ആ എക്സ്പെക്ടേഷനെ ബേസ് ചെയ്തിട്ട് അവർക്ക് പ്രൊസീജിയർ അലൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്പെക്ടേഷൻ ഞങ്ങളും പറഞ്ഞു കൊടുക്കും, ഇതാണ് ഈ പ്രൊസീജിയറിൻ്റെ കിട്ടുന്നത്. അപ്പോൾ ഇഫ് ദേ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്, യു ഗോ ഹെഡ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഡോക്ടർ. ഐ ഷുവർ ഒരുപാട് ഒബീസ് പേഷ്യൻസിന് ഇതൊരു ഭയങ്കര, കാരണം പേടിയുള്ളവരുണ്ട്. എനിക്കൊക്കെ സർജറി, ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും പേടിയാണ്. അപ്പോൾ ഒരു സർജറി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ളവർ. അപ്പോൾ അതുകൊണ്ട് ചെയ്യാത്തവരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇതൊരു ഭയങ്കര അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ഡോക്ടേഴ്സ്. താങ്ക് യു. ദാറ്റ് വാസ് നൈസ് ഇന്റർവ്യൂ.